ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂളൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ ദിവസമായി പൊടി തട്ടി എടുത്ത് വെക്കണം എന്ന് വിചാരിച്ച് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തട്ടിക്കൂട്ടി എടുത്ത് വെക്കായിരുന്നു. ഇതെൻ്റെ +2 ഫോട്ടോ ആണ് കേട്ടോ. ഇതെൻ്റെ കോളേജിലെ ഫോട്ടോയാണ്. ഞാൻ 2 കോളേജ് പഠിച്ചിട്ടുണ്ട്. ഇതെൻ്റെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ ആണ്. അതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു കോയിന് കിട്ടിയത്. പപ്പയ്ക്ക് പണ്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അതെല്ലാം പോയി. നമ്മൾ വീട് മാറുന്ന ഒരു ടൈമൊക്കെ ആയപ്പോൾ ഒരുപാട് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ അമ്മയുടെ വളർന്നു വരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. തക്കാളി, വഴുതന, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതാണ് മണി പ്ലാന്റ്. പൊതുവേ ഈ ചെടിക്ക് ഒരു കാര്യം പറയാറുണ്ട്, ഇത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ചെടിയുടെ വലിപ്പം കണ്ടില്ലേ, ഏറ്റവും വലിയ മണി പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് വെക്കാൻ സ്ഥലം ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു പണി ശ്രദ്ധിച്ചത്. നല്ല ഒറിജിനൽ ചെടിയുടെ ഇടയിൽ നല്ല പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുപോയി വെച്ചിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേക തരം സൈക്കോ ആണ് കേട്ടോ എൻ്റെ അമ്മ. ഇതാണ് എൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച. പിന്നെ ആ കാണുന്ന വീടുണ്ടോ, അവിടുന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വർഷം അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നുമെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛമ്മയുടെ കുടുംബക്ഷേത്രം. പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെയ്യാറ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അച്ഛമ്മയുടെ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.